ചിന്താസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം +2 മോഡൽ എക്സാം കഴിഞ്ഞു. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ. ഇനി ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പാർട്ട് 2 എന്ന് വെച്ചാൽ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 11 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻ മാർക്ക് 22 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്നുള്ളത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. കണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ 2x2 മാട്രിക്സ് A = Aij whose elements are given by Aij = 1 + j²/2. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു മാട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 2x2 മാട്രിക്സ് ഒരു നമ്മൾ 2x2 മാട്രിക്സ് എന്ത് ചെയ്യാൻ പോവുക, എഴുതി വെക്കാൻ പോവുകയാണ്. എലമെൻറ്റ്സ് അറിയത്തില്ല, എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ A11 A12 A21 A22 എന്ന് പറയുന്ന രീതിയിൽ 2 റോ 2 കോളം ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പേര് കൊടുത്തു, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എന്താണ് ഇക്വേഷനിൽ കൊടുത്തു. അതിൽ ഐയുടെ പ്ലേസിൽ 1 ജെയുടെ പ്ലേസിൽ 1. അപ്പോൾ A11 എന്ന് വരുമ്പോൾ 1 + 1² = 2²/2. അതുപോലെ തന്നെ A12 ചെയ്യുക. A12 ചെയ്യുമ്പോൾ ഐയുടെ പ്ലേസിൽ 1 ജെയുടെ പ്ലേസിൽ 2. അപ്പോൾ 1 + 2² ചെയ്യുമ്പോൾ 9/2 എന്ന് കിട്ടും. അതേപോലെ തന്നെ എല്ലാ എലമെൻറ്റ്സും ചെയ്യണമല്ലോ. A21 ചെയ്യുക. A21ൽ ഐയുടെ പ്ലേസിൽ ഐ എന്താ 2, ജെ എന്താ 1. അപ്പോൾ നമുക്ക് 2 + 1² എന്ന് കിട്ടും, 9/2. ഓക്കെ, അടുത്തതോ A22. അപ്പോൾ ഐയും ജെയും എന്ത് തന്നെയാണ്, 2 ആണ്. അപ്പോൾ 2 + 2² = 8 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കിട്ടിയ എലമെൻറ്റ്സൊക്കെ അതാത് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ മാട്രിക്സ് കിട്ടും. മാട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് മാട്രിക്സ് A - B D 2A - B C = -1 4 0 5 then find A, B, C, D. A, B, C, D എന്ന് പറയുന്ന എന്താണ് ഈ ABCD എന്താണെന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈക്വൽ മാട്രിക്സ് നമ്മൾ പഠിച്ചതാണ്. ഈക്വൽ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതാത് പ്ലേസിലുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിയും സിയും ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഡിയും സിയും കിട്ടും. അപ്പോൾ D = 4 എന്ന് എഴുതാം, C = 5 എന്ന് എഴുതാം. അത് നമുക്ക് ആദ്യം തീർക്കാം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത്, ഇതിൽ A ഉണ്ട്, ഇതിൽ A ഉണ്ട്, ഇതിൽ B ഉണ്ട്, B ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഇതിൽ നിന്ന് ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കിട്ടും. അപ്പോൾ A - B = -1 എന്നും 2A - B = 0 എന്നുള്ളതും അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിനുശേഷം ഈ 2 ഇക്വേഷനും നമുക്ക് B അല്ലെങ്കിൽ A എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കളയുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ബി പോവാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാറ്റിയെടുക്കാം. എങ്ങനെ, 2ലും -B ആണുള്ളത്, 2 ഇക്വേഷനിലും -B ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷനെയും എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ നമുക്ക് B പോവും. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കിട്ടും, A കിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ A - 2B + ഇത് രണ്ടും സോൾവ് ചെയ്താൽ 0 - 1 എന്ന് കിട്ടും, = -1 എന്ന് കിട്ടും. -A = -1, മൈനസും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ A = 1 എന്ന് കിട്ടും. ഇനി ഏതെങ്കിലും ഇക്വേഷനിൽ, ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ A - B = -1 എന്നല്ലേ, എയുടെ വാല്യൂ എന്താ 1. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -B = -2, B = 2 എന്ന് കിട്ടും. അപ്പോൾ ABCD നമുക്ക് 4 ഇതിൻ്റെയും വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12th ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് A എന്ന് പറഞ്ഞത് 2 4 3 2, B എന്ന് പറഞ്ഞാൽ 1 3 - 2 5, C = -2 5 3 4. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3A - C എന്നാണ്. 3A - Cയും അതുപോലെ AB നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 3A ആദ്യം ചെയ്യാം. 3A കണ്ടുപിടിക്കാം. 3 × A നമുക്കറിയാം, അത് കൊടുക്കുക. അപ്പോൾ 3 × എയുടെ പ്ലേസിൽ അതിൻ്റെ മാട്രിക്സ് എഴുതി -C എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും ഇതിൽ കൊടുത്തു.
ഇനി എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യുക. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വന്നിരിക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു എക്സാമിനെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പാസ്സാവാൻ എന്ത് ചെയ്യണം, ഏത് വീഡിയോ കാണാം, ഏത് രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചാപ്റ്ററാണ് അതിൽ ഡിസ്കസ് ചെയ്തത്. ആ 2 ചാപ്റ്ററും നല്ല എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. 3 വീഡിയോ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 18 to 40 എന്ന റേഞ്ചിൽ പാസ്സാവും, ഉറപ്പാണ്. നല്ല അതേ രീതിയിൽ പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും വരാം വീഡിയോയിലേക്ക്. എളുപ്പമുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ആ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 into 2, 3 into 4, 3 into 3, 3 into 6, അങ്ങനെ 3 into 2 ചെയ്യാം, 6 കിട്ടും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മാട്രിക്സ് കിട്ടും. അതേപോലെ തന്നെ എ ബി ചെയ്യാം. എ ബി ചെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം എങ്ങനെയാണ് ഒരു 2 മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ മാട്രിക്സ് എടുക്കണോ, അല്ല ഈ റോ എടുക്കണോ, ഈ 2 കോളം വെച്ചിട്ട് സോൾവ് ചെയ്യണോ, ഈ റോ എടുക്കണോ, ഈ 2 കോളം വെച്ചിട്ട് സോൾവ് ചെയ്യണോ. അപ്പോൾ ആ രീതിയിൽ സോൾവ് ചെയ്താൽ നമുക്ക് അടുത്ത മാട്രിക്സ് എ ബി കിട്ടും. എ ബി എന്താ, -6, -14, -1, -1. ആ വീഡിയോയിൽ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ നിർത്താം. ഓക്കെ, നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, tan inverse x plus tan inverse y is equal to dash. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയുന്ന കാര്യമായ കാരണം tan inverse of x plus y by 1 minus xy എന്ന് കൊടുത്തു. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2 എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക, എക്സിൻ്റെ പ്ലേസിൽ 2/11, വൈയുടെ പ്ലേസിൽ 7/24 കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് LCM ചെയ്യുക. അപ്പോൾ നമുക്ക് 48 + 11 ബൈ ഈ ടേം ഉണ്ടാവും 11 into 24. 11 into 24 രണ്ടിലും വന്ന കാരണം നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് മാത്രമേ വരുള്ളൂ, 48 + 11 by 264 - 14. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും പ്ലസ് ചെയ്താൽ നമുക്ക് 125/250 എന്ന് വെച്ചാൽ അത് ഹാഫാണ് അല്ലേ. 1/, ഇതിൽ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് കിട്ടും, പാതി അല്ലേ. ഇതിൻ്റെ പാതിയാണ് മുകളിൽ എടുക്കുക. അപ്പോൾ 1/2 ആണ്. അപ്പോൾ tan inverse 1/2 സോൾവ് ചെയ്യാനായിരുന്നു, നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത ദിവസം എനിക്ക് ഫൈൻഡ് dy/dx. ഫൈൻഡ് dy/dx. y നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, സൈൻ ഓഫ് കോസ് ഓഫ് x². ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ റൂളിൽ അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ഞാൻ ഇതൊരു എളുപ്പവഴി പറഞ്ഞുതരാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഉള്ളിലെടുക്കുന്നത് എന്താ, x². x² ഡെറിവേറ്റീവ് 2x. ഈ x² t എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, കോസ് ടി എന്ന് വരും അല്ലേ. കോസ് ടി വിത്ത് റെസ്പെക്റ്റ് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ, ടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കോസ് ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്. ഇനി അടുത്തത് ഇത് കോസ് ടി ആണ് അല്ലേ, കോസ് x² ആണ്. ഈ കോസ് x² യു എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ എന്താ എടുക്കുന്നുണ്ടാവുക, യു ആണ്. അപ്പോൾ സൈൻ യുവിനെ യു വെച്ചിട്ട് തന്നെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ് യു എന്ന് കിട്ടും ഡെറിവേറ്റീവ് ചെയ്താൽ. ഇനി ഈ കിട്ടിയ 3 നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുന്നു. എന്നിട്ട് മൈനസിനെ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതുന്നു. അപ്പോൾ 2x സൈൻ ഓഫ് x². x² അങ്ങനെ തന്നെ ടി എന്താ, x² അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കോസ് നമ്മൾ പുട്ട് ചെയ്തത് എന്താ, പുട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ എന്താണോ ചെയ്തത് അത് പുട്ട് ചെയ്ത് കൊടുക്കണം. ഇനി യു എന്താണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോസ് x² കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആവും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യുക. x² + xy + y² = 100 ആണ്. ഇതിനെല്ലാവരും ഡെറിവേറ്റീവ് ചെയ്യുക, സിമ്പിൾ ഇടുക. അപ്പോൾ x² ഡെറിവേറ്റീവ് 2x. ഇതിന് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യണു. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y + x dy/dx പ്ലസ് ഈ ടേമിനെ ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയ കാരണം നമുക്കിവിടെ 2y ഇൻറ്റു dy/dx എന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2y. ഇനി ഈ ടേമിനെ dy/dx എന്ന് എഴുതാം = 0. നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, അതുകൊണ്ടാണ് വേഗം പോകുന്നത്. dy/dx കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. നമുക്ക് x + 2y എന്ന് എഴുതാൻ പറ്റും. ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് മൈനസ് ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുത്താൽ പോസിറ്റീവ് ഉള്ളത് മൈനസ് ആവും. അപ്പോൾ 2x -2x - y എന്ന് വരും. ഇനി നമുക്കിതിൽ നിന്ന് dy/dx = -2x - y/x + 2y ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ അത് പറയുന്ന ഡിവിഷൻ. അപ്പോൾ x + 2y എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദി 15th ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ്
ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് ഫൈ, സൈൻ എക്സ് പ്ലസ് കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 0 π/2. ഇതിന് എളുപ്പവഴി പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതുക, അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കിട്ടും. ഇനി ഈ എഫ് ഡാഷ് ഓഫ് 0 കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് 0 എന്തിനാണ് കൊടുക്കുന്നത്? എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആവണം. ഏത്? ഈ ഇൻ്റർവെല്ലിൽ നിന്ന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ് ഈക്വൽ ആവുക? ഇൻ്റർവെല്ലിൽ ഏതൊക്കെ വാല്യൂ ഉണ്ടാവും? π/6 ഉണ്ടാവും, π/4 ഉണ്ടാവും, π/3 ഉണ്ടാവും, π/2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ഇട്ടാലാ? π/4 ഇട്ടാലാണ്. കാരണം കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും 1/√2 ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയണത് എന്തെന്ന് കിട്ടി? π/4 എന്ന് കിട്ടി അല്ലേ? എക്സ് നമുക്ക് π/4 എളുപ്പവഴി പറഞ്ഞതാണ്, ഈസി ട്രിക്കാണ്. എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്യുക? ഇനി എക്സിൻ്റെ വാല്യൂ ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് 1/√2 1/√2 എന്താ വരിക? രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 2√2 എന്ന് കിട്ടും. √2 എന്താ വരിക? 2 ക്യാൻസൽ ചെയ്യുക, അപ്പോൾ √2 അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ട് √2 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻ്റർവെൽ ഇൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² + 2x - 5 ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കണോ? 0 കൊടുക്കണോ? കാരണം ഇതിൻ്റെ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x + 2 ആയിരിക്കും. കാരണം x² ഡെറിവേറ്റീവ് 2x, 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിയില്ലേ? 2x ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു -2/2 എന്ന് കിട്ടും, -1. അപ്പോൾ x ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. നമുക്ക് മനസ്സിലാക്കിയെടുക്കാം -1 ഇതിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതിൽ ഇൻ്റർവെല്ലൊന്നും തന്നിട്ടില്ല, ഇൻ്റർവെല്ലിൽ നമ്മൾ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ -1 ടു എന്തെന്ന് എഴുതാം? ലെഫ്റ്റിക്കും റൈറ്റിക്കും എടുക്കാം. -1 ടു -∞ എന്നും -1 ടു ∞ എന്നും കൊടുക്കാം ഇൻ്റർവെല്ലായിട്ട്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഇത് പോയിൻ്റ് ഇവിടെ -1 എന്നല്ലേ കിട്ടിയത്, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x + 2 ആണ്. അത് <0 ആവണം ഫോർ ഓൾ. എപ്പോൾ ഈ ഇൻ്റർവെൽ കൊടുക്കുമ്പോൾ അത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണ് ഓൺ ഇൻ്റർവെൽ. ഓക്കെ, അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് >0 ആണ് ഏത് ഇൻ്റർവെല്ല്? ഈ ഇൻ്റർവെല്ല്. അപ്പോൾ ഇത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണ് ഏത് ഇൻ്റർവെല്ല്? ഈ ഇൻ്റർവെല്ല് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എഴുതാൻ പറ്റി. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചിട്ടിരുന്നു. അപ്പോൾ ഇതിൽ ഓർഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതിന് മാക്സിമം ഡെറിവേറ്റീവ് എത്രയാണ്? മാക്സിമം ഡെറിവേറ്റീവ് എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് വന്നിട്ട് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ വലുത്? സെക്കൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ 2 ആണ്. അറിയുന്ന കാര്യമാണ്. ഡിഗ്രി അവർ ചോദിച്ചിട്ടില്ല. ഡിഗ്രി ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് തന്നെ എഴുതാം. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ പവർ എന്താ? 2 അല്ലേ? അപ്പോൾ ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് തന്നെ എഴുതാം? 2 എന്ന് എഴുതാം. ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനിൽ, അതുകൊണ്ടാണ് അതവിടെ എഴുതാതിരുന്നത്. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ sec² x tan y dx + sec² y tan x dy = 0 എന്നുള്ളതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ y സെപ്പറബിൾ ഇക്വേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ y ടേമിന് ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ sec² x tan y dxന് ഒരു ഇവിടെ നിർത്തി ഈ ടേമിന് ഇപ്പുറത്തേക്ക് എടുത്തു. കാരണം ഇവിടെ വൈയും വരുന്നുണ്ട് എക്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ dy ഉണ്ട്. അപ്പോൾ dy നമുക്ക് മുകളിൽ വരണം, dx മുകളിൽ വരണം. ആ രീതിയിൽ വേണം മാറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഉള്ള ടേം ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ നമുക്ക് എന്താ വരിക? എക്സ് ആണ് കേട്ടോ, tan x ആണ്. അപ്പോൾ ഈ tan xന് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അതുപോലെ tan yന് പ്രതി എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? sec² x ഈ ടേമിന് പ്രതി വന്നാൽ ഡിവിഷൻ dx = -sec² y ഈ ടേമിന് പ്രതിക്കുന്ന tan y dy. ഇനി ഇതിനെ രണ്ടിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ബോത്ത് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക്
ഈ ഏത് ഇക്വേഷൻ കൊടുക്കാം? ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ ഇക്വേഷനിൽ കൊടുത്താൽ എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ടാനിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ എടുക്കുന്നത്, അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്തുകൂടെ? അതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ലോഗ് ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ്, ഇതും അതേ ഈ ഇക്വേഷനിൽ കൊടുക്കാം, കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ എടുക്കുന്നത്. അപ്പോൾ ടാൻ വൈ പ്ലസ് സി എന്ന് കൊടുക്കാം. ഈ ലോഗിനെ ഒരു സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ലോഗിനെ കോമൺ ആയിട്ട് എടുക്കാം. ലോഗ് ടാൻ എക്സ് ഏത് ഇക്വേഷനാ? ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബി ആണ്. അപ്പോൾ നമുക്ക് എയുടെ പ്ലേസിൽ ടാൻ എക്സ്, ബിയുടെ പ്ലേസിൽ ടാൻ വൈ വന്നു. അതുകൊണ്ട് ടാൻ എക്സ് ടാൻ വൈ, ലോഗ് ടാൻ എക്സ് ടാൻ വൈ എന്ന് എഴുതി ഈക്വൽ ടു സി. ഈ ലോഗിനെ ഈക്വൽ ടുവിൻ്റെ പ്രതിക്കുന്ന എക്സ്പോണൻഷ്യൽ ആവും, അതും ഒരു കോൺസ്റ്റൻ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റിനെ, കെ എന്ന് പറഞ്ഞത് അവിടെ എന്താണ്? കോൺസ്റ്റൻറ്റ്, ഒരു ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ടാൻ എക്സ് ടാൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? കെ എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്റ്റർ a vector plus b vector and a vector minus b vector where a vector equal to 3i plus 2j plus 2k and b vector equal to i plus 2j minus 2k. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് എ പ്ലസ്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എയും ബിയും ആയിരുന്നു. ഓക്കെ, അപ്പോൾ എയും ബിയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എ പ്ലസ് ബി എ മൈനസ് ബിയുടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ആദ്യം കണ്ടുപിടിച്ചു, ഏത് എയും ബിയും വെച്ചിട്ട്. അതുപോലെ എ മൈനസ് ബിയും ഇത് വെച്ചിട്ട് തന്നെ, ഈ വാല്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ആണ്, രണ്ടുമാണ്. അപ്പോൾ നമുക്ക് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ക്രോസ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഞാൻ അതൊന്നും തിരുത്തിയിട്ടുണ്ട്, എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആയതാണ്, ശരിയാക്കാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം അത് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഐ ഇ ജെ കെ എന്ന് എഴുതും. ഐയുടെ കോയിഫിഷ്യൻ്റ് എന്താ? അതിൽ 4 ഉണ്ട്, ജെയുടെ കോയിഫിഷ്യൻ്റ് 4 ഉണ്ട്, കെക്ക് കോയിഫിഷ്യൻ്റ് ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതാം. ഇതിൽ ഐയുടെ കോയിഫിഷ്യൻ്റ് 2ഉം ജെയുടെ കോയിഫിഷ്യൻ്റ് ഇല്ല, അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതണം. കെയുടെ കോയിഫിഷ്യൻ്റ് 4. ഇത് സോൾവ് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഐ എടുക്കുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 16 - 0 മൈനസ് ജെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക, അപ്പോൾ 16 - 0 എന്ന് വരും. പ്ലസ് കെ എടുക്കുമ്പോൾ ഈ റോയും കോളും ക്യാൻസൽ ചെയ്യുക, അപ്പോൾ 4 × 0 0, 4 × 2 8 -8. അപ്പോൾ ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ 16i മൈനസ് 16j മൈനസ് 8k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി യൂണിറ്റ് വെക്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് എ അല്ലേ, ആ വെക്റ്റർ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ഈ ടേമിൻ്റെ തന്നെ അല്ലേ, നമ്മൾ കണ്ടുപിടിച്ച വെക്റ്ററിൻ്റെ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? ഇതിൻ്റെ ഒക്കെ സ്ക്വയർ ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ 16² മൈനസ് പ്ലസ് കേട്ടോ, -16² പ്ലസ് -8² എല്ലാം സോൾവ് ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. ഇനി വെക്റ്റർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു, വെക്റ്റർ ബൈ, അപ്പോൾ ഏത് വെക്റ്ററാ? ഈ വെക്റ്റർ അല്ലേ, അപ്പോൾ ഇത് ബൈ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് നമുക്ക് 24 കിട്ടി. വെക്റ്റർ നമുക്ക് 16i മൈനസ് 16j മൈനസ് 8k എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് സോൾവ് ചെയ്യുക, ഒന്ന് മാറ്റി സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2/3 അങ്ങനെ നമുക്ക് 2/3 i മൈനസ് 2/3j മൈനസ് 1/3k എന്നുള്ള രീതിയിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ്. ആർ വെക്റ്റർ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, 2 ആർ വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നിനെ നമ്മൾ R1 എന്നും ഒന്നിനെ നമുക്ക് R2 എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 വെക്റ്റർ ഇസ് ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1. അതുപോലെ R2 വെക്റ്റർ ഇസ് ഈക്വൽ ടു A2 പ്ലസ് ലാംഡ B2. അപ്പോൾ A1 നമുക്ക് കിട്ടും, B1 കിട്ടും, A2 കിട്ടും, B2 കിട്ടും. ഇത് രണ്ടും സെയിം ആയിട്ടും വരാറുണ്ട്, നിങ്ങളത് മനസ്സിൽ വെക്കണം. B എന്ന രീതിയിലും വരാറുണ്ട്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വേറെയാണ്, നിങ്ങളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൽ ചോദിച്ചിട്ടില്ല, ഇതിൽ B1 ഉം B2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ, ഇതിനും വേറൊരു ഇക്വേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്.
അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയ ഐഡിയ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ അറിയാം, എന്താ B1 ക്രോസ് B2 ഇൻറ്റു A2 മൈനസ് A1 ബൈ മാഗ്നിറ്റ്യൂഡ് B1 ക്രോസ് B2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ B1 ക്രോസ് B2 ചെയ്യണം, അങ്ങനെ ഓരോന്നും സോൾവ് ചെയ്യണം. അപ്പോൾ B1 ക്രോസ് B2 ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അപ്പോൾ നമുക്ക് -9i + 3j + 9k എന്ന് കിട്ടും. അതുപോലെ A2 മൈനസ് A1 ചെയ്യണമല്ലോ, അതും നമ്മൾ ചെയ്യണു. ഏത് ഇക്വേഷൻ, നമ്മുടെ A1 A2 B2 B1 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, അതൊക്കെ വെച്ചിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്തുണ്ട്, ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇത് നമുക്ക് 9i എന്നല്ലേ, ഇത് 3i എന്നല്ലേ, അതിൻ്റെ കോയിഫിഷ്യൻറ്റ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതേപോലെ ജെയുടെ കോയിഫിഷ്യൻറ്റ് 3യും ജെയുടെ കോയിഫിഷ്യൻറ്റ് 3യും ആണ്. അപ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക, പ്ലസ് ഇടാൻ മറക്കരുത്, പ്ലസ്. അതേപോലെ 9 × 3 ചെയ്യുക, അപ്പോൾ 9 × 3 ചെയ്യുക. ഈ രണ്ട് ടേമും മൈനസും പ്ലസ്സും ആയി, കാരണം ഇത് രണ്ടും 27, ഇവിടെ -27 വരും, ഇവിടെ +27 വരും, രണ്ട് ക്യാൻസൽ ചെയ്യുക, +9 ആവും. അപ്പോൾ ബാക്കി 9 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 9 കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡിനോമിനേറ്ററിൽ √171 എന്നാവും കിട്ടിയിട്ടുണ്ടാവുക. ഈ ടേമിനെ ഞാൻ 3√19 എഴുതി. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലോ അല്ലേ? 19 × 9 എന്നല്ലേ 171 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ടേമിനെ √19 എഴുതാം. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3√19. അപ്പോൾ നമുക്ക് അങ്ങനെ അത് കിട്ടിയത്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പോവാം അല്ലേ. ലെറ്റ് A and B the two independent events such that P of A is equal to 1/7 and P of B equal to 1/5. Find P of A intersection P, P of A union B, P of A intersection B dash intersection B intersection A dash. ആദ്യം P of A intersection B ചെയ്യാം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അപ്പം എഡ്യൂക്കേഷനാണ് വരിക, P of A × P of B. നമുക്ക് P of A തന്നിട്ടുണ്ട് 1/7, P of B തന്നിട്ടുണ്ട്, കൊടുത്താൽ 1/35 എന്ന് നമുക്ക് കിട്ടും. P of A intersection A union B ചെയ്യുമ്പോൾ P of A + P of B - P of A intersection B എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടിയ ആൻസറൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 11/35 എന്ന് കിട്ടും. അതേപോലെ തന്നെ P of ഈ ടേം നമുക്ക് എന്ത് കിട്ടും, 0 എന്നാണ് കിട്ടുക. കാരണം P of A intersection B ഡാഷും B intersection A ഡാഷും എന്തായിരിക്കും, എക്സ്ക്ലൂസീവ്ലി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസാണ്. അതിൻ്റെ ഡിസ്ജോയിൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ആൻസർ 0 എന്നാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ കാര്യമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് A = 1 2 3 4 5 സെറ്റ് തന്നിട്ടുണ്ട്. അത് E1 ആണ്, എന്ത് മോഡ് A മൈനസ് B എന്ന് പറയുന്നത് E1 ആണ്. ഇക്വാലൻസ് ആണ് കാണിക്കണം. അപ്പോൾ ആദ്യം റിഫ്ലെക്സീവ് നോക്കാം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സെൽഫ് ആയിരിക്കും, ഒരു A എടുത്താൽ അത് Aനോട് തന്നെ റിലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് A എന്ന് എടുത്തു. അതുപോലെ തന്നെ 1 1 2 3 സെറ്റ് Aയിലത്തെ എലമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഇത് ചെയ്തു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ പ്രൂവ് ചെയ്തു. ഓക്കെ, വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ A - A ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. 0 എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും, E1 ആയിരിക്കും. അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവാണ്. ഇത് റിലേഷൻ ആറിലുണ്ട്. ഇത് സിമ്മട്രിക് ആണോ നോക്കാം. അപ്പോൾ AB എടുക്കുമ്പോൾ അത് ഇംപ്ലൈസ് ആ റിലേഷൻ ആറിലുണ്ട്, ഇംപ്ലൈസ് BAയും എന്തിലുണ്ടായിരിക്കണം, ആറിലുണ്ടായിരിക്കണം. അപ്പോൾ ABയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ A - B എന്ന് പറയുന്നത് E1 ആണ്. അതിന് 2m എന്ന് കൊടുത്തു, കുഴപ്പമുണ്ടോ, ഇല്ല. കാരണം 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, E1 ആയിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് സപ്പോസ് ചെയ്യാണ്, M അറിയില്ലല്ലോ. അതിന് ഇംപ്ലൈസ് നമുക്ക് എന്തും കൂടി കാണിക്കണം, BAയും റിലേഷൻ ആറിലുണ്ട് എന്ന് കാണിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്ന എഴുതാം, B - A is E1 എന്ന് കാണിക്കണം. അപ്പോൾ 2m എന്ന് കൊടുത്തു.
കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇവണാന്ന് കിട്ടി, അതുകൊണ്ട് ഇത് സിമ്മട്രിക് ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ 2m കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി. ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ ബി ആറിലുണ്ടാവണം, അതുപോലെ ബി സിയും ആറിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എ സി എന്തിലുണ്ടാവണം? ആറിലുണ്ടാവണം. ഇംപ്ലൈസ്. ഓക്കെ, അപ്പോൾ എ ബി ആദ്യം ആറിലുണ്ടെന്ന് നോക്കുക, അതുപോലെ ബി സിയും ആറിലുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇവണാണ്. അപ്പോൾ 2m ഒന്ന് 2n എന്നും കൊടുത്തു. ഇനി ഇത് രണ്ടും സമ്മി, ഇപ്പോൾ രണ്ട് ഈവൺ നമ്പേഴ്സ് സമ്മി ചെയ്താൽ എന്ത് തന്നെ കിട്ടും? ഒരു ഈവൺ തന്നെ കിട്ടും. ഇപ്പോൾ ഈ രണ്ടിന് ഞാൻ സമ്മി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × m + n എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും സോൾവ് ചെയ്ത് നോക്കിയേ. a - b b - c പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a - c എന്നാണ് കിട്ടുക അല്ലേ? -b + b പോയി. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? ക്ലിയർലി ഇത് ഈവൺ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ a - c എന്ന് പറയുന്നത് മോഡിലിട്ടാലും ഇട്ടില്ലെങ്കിലും അത് ഈവൺ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്കിവിടെ കണ്ടീഷൻ എന്താണ്? ഇത് ബി അല്ല സി ആണ് കേട്ടോ. എ സിയും എന്തിലുണ്ട്? ആറിലുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആറ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് ഇക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ, 21th ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് dy/dx ഓഫ് ദി ഫങ്ഷൻ y raised to x equal to x raised to y. ടേക്കിംഗ് രണ്ട് സൈഡും എന്ത് ചെയ്താൽ മതി? ലോഗ്. ഇങ്ങനെ ടേം വന്നാൽ രണ്ട് സൈഡും ലോഗ് കൊടുക്കുക, ലോഗരിതം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എക്സിനെ ഫ്രണ്ടിൽ വരും, വൈയും ഫ്രണ്ടിൽ വരും. ഇനി രണ്ട് സൈഡും ഡെറിവേറ്റീവ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗ് വൈ എന്ന് വരും. dx/dx എന്താണ്? 1. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? x/y dy/dx മൈനസ് dy/dx x/y എന്ന് എഴുതിക്കൂടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഈ ടൈമിന് ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ എഴുതി വെച്ചേക്കണേ. ഈ ടൈമിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പം എന്ത് വന്നു? ഈ ടൈം ഇവിടെ x/y എന്നുണ്ട്, സോറി x/y ഉണ്ട്, dy/dx. ഈ ടൈമിനെ ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ മൈനസ് dy/dx എന്ന് കിട്ടി. ഈ ടൈമിന് ഇനി ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ y/x ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് log x. ഇനി ഇതിൽ നിന്ന് dy/dx കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. dy/dx കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. പൊതുവേ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻ ആയിപ്പോൾ നമ്മൾ കാണുന്നു. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ റിവ്യൂ നോക്കാം കേട്ടോ. dy/dx x/y മൈനസ് log x ഇസ് ഈക്വൽ ടു y/x മൈനസ് log x എന്ന് എഴുതാം. dy/dx ഈക്വൽ ടു രണ്ടും ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിൽ നമുക്ക് y മൈനസ് log x ബൈ എക്സ് ഇൻറ്റു y/x മൈനസ് log x എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ x log x dx എന്നായിരുന്നു. ഇങ്ങനെ വന്നാൽ ലോഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ലോഗിനെ ആദ്യം ഫ്രണ്ടിൽ എടുത്ത് എഴുതുക, എന്നിട്ട് എക്സിനും എഴുതുക കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് എന്നിട്ട് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് ഏതാ? എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻ്റഗ്രൽ സെക്കൻഡ് dx. ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഓവറോൾ ഇതൊക്കെ സോൾവ് ചെയ്തിട്ട് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്താൽ എക്സിനെ ചെയ്താൽ x²/2, അതുപോലെ ഈ ടേമിന് 1/x, ഇതിന് ചെയ്താൽ x²/2 തന്നെ, രണ്ടും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് x² ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. x² log x/2 എന്ന് എഴുതാം, മൈനസ് ഈ എക്സും ക്യാൻസൽ ചെയ്തു, ഞാൻ പറഞ്ഞുല്ലോ. അപ്പോൾ ഇവിടെ x മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി 1/2 എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആയ കാരണം പുറത്തേക്ക് എടുത്തിട്ടു. 1/2x എന്നല്ലേ വരിക? x/2 എന്ന് വെച്ചാൽ 1/2നെ പുറത്തേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? x² log x/2 തന്നെ എഴുതാം. ഇവിടെ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് x²/2 ഏത് ഇക്വേഷനാണെന്ന് അറിയില്ലേ? ഇൻ്റഗ്രൽ x⁻n dx ഈക്വൽ ടു x⁻n + 1/n+1 ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. 2 ക്യാൻസൽ ഇൻറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽ x² sin x dx ഈസ് ഈക്വൽ ടു എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് വന്നാൽ x² തന്നെ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, ലോഗ് വന്നാലും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോഗ് വന്നെങ്കിൽ ശ്രദ്ധിക്കുക. x² ആദ്യം ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് dx, അതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ്റെ കോസ്, സൈൻ്റെ എന്ത് വരും? മൈനസ് കോസ്. അതുപോലെ x² ഡെറിവേറ്റീവ് 2x, ഇതിൻ്റെ മൈനസ് കോസ്. ഇനി ഇത് മൊത്തം ചെയ്യണം. അപ്പോൾ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഈ ടേം നമുക്ക്
അറിയില്ല, ഇൻ്റഗ്രൽ അറിയുമോ? ഇല്ല, 2 എക്സ് വന്നു. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കിട്ടും. അപ്പോൾ ഈ ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഒന്ന് റോങ് ആയി. കാരണം നമ്മൾ നോർമൽ വെക്ടറിൽ നിന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്, വെറും വെക്ടർ കൺസിഡർ ചെയ്തു. അത്രയേ ഉള്ളൂ കേട്ടോ. നോർമൽ വെക്ടർ ആയിരുന്നു, അത് വെറും വെക്ടറാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. പാർട്ട് എയിലെ 7th ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആക്കണം, എൻ്റെ റിക്വസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കമൻ്റ് ഒന്നും വന്നിട്ടില്ല. എങ്കിലും ഞാൻ പറയേണ്ട ചുമതല എനിക്കുണ്ടല്ലോ, ഒരു തെറ്റ് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ n എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്. അതുപോലെ 6 നമുക്കറിയാം, എ എന്നും പോയിന്റിൽ നിന്ന് നമുക്ക് എ എഴുതാൻ പറ്റും. ഇത് ഇക്വേഷൻ ഇതാണ്, ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാനൊക്കെ അറിയില്ലേ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്വയം ചെയ്തൊക്കെ, കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് സി ചെയ്യാൻ വരാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ ഇപ്പോൾ ഉള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം, നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടായിരിക്കും. അപ്പോൾ ബൈ.